ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് എവിടേക്കാണ് പോണത് എന്നൊക്കെ കരുതില്ലേ. ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിനി. ഞങ്ങളെ അമ്മായിൻ്റെ മോളെ ഹൗസ് വാമിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. വലിയ താത്തയുണ്ട്, ചെറിയ താത്ത ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് പിന്നെ അത് അവിടെ വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങളിങ്ങനെ പോന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ. ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോന്ന് പിന്നെ കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോരാണ്ട്. അപ്പോൾ ഇതാ ഈ നല്ല ഭംഗിയുള്ള വീട് കണ്ടല്ലോ, ഇത് അമ്മായിൻ്റെ ഒരു മോൻ്റെ വീടാണ്. പിന്നെ ഇതാണ് കേട്ടോ തറവാട് വീട്, ചെറിയ മോനും അമ്മായിയൊക്കെ താമസിക്കുന്ന വീട്. പിന്നെ ആ മേലെ കാണിച്ച വീട് അത് വേറൊരു മോൻ്റെ വീടാണ് കേട്ടോ. പിന്നെ ഈ തറവാട് വീടിൻ്റെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഹൗസ് വാമിങ് ഉണ്ട് പറഞ്ഞ വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. വന്നപ്പോഴൊക്കെ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അധികമൊന്നും വീഡിയോ ഒന്നും നിന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും പാടെ കൂടുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇതുണ്ടാവില്ലല്ലേ. അപ്പോൾ മക്കളെയൊക്കെ നിർത്തിങ്ങാണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചാന്ന് കരുതി ഒരു തല നന്നാക്കി വരുമ്പോഴത്തേന് അടുത്ത തല ഓലൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടക്കമ്മ ചാടുക അതൊക്കെയാണ് ഓരോ പണി. ഓരെത്ര നിർത്തിയാലും ഓരോ ചൊകിനൊരു ഫോട്ടോ എടുക്കാൻ കിട്ടൂല കേട്ടോ. അങ്ങനെ മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ ദിലുമോളെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ ഓടി വന്ന് ആദ്യം കുട്ടീനെ കരട്ടെടുക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളെയൊന്നും കൊണ്ട് കുറേ നേരമൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ചെറിയൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. നമ്മളെ മോളൂസ് കുറേ ആയി ഡ്രീം കേക്ക് എന്ന് പറഞ്ഞ് നടക്കണം കേട്ടോ. അപ്പോൾ ഓളൊരു പൂതിക്ക് അപ്പോൾ സ്പഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിനി, അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേലേക്ക്. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേന്. അതിക്കും നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾക്ക് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രീം കേക്കെന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഒരു തട്ടിക്കൂട്ട് ഡ്രീം കേക്കാണ്, കുട്ടികളെ പറ്റിക്കാൻ കേട്ടോ. മോളൂസിന് ഡ്രീം കേക്ക് വേണമെന്ന് കുറേ ആയിട്ട് പറയണേ. അപ്പോൾ ഒരു ദിവസം കടയിൽ ചോദിച്ചപ്പോൾ നല്ല വിലയാണ് കേട്ടോ, 650 പറഞ്ഞത്. ചെറിയ ബോട്ടിൽ തന്നെ 500 അരൻ്റെ ഇതിന് തന്നെ. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ കൊണ്ടൊന്നും വാങ്ങാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളൊന്നും അല്ലല്ലേ ഈ ഡ്രീം കേക്കിൻ്റെ. ഇപ്പോൾ മിനി ഡ്രീം കേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വീട്ടിലുണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. കുറച്ചധികം ചോക്ലേറ്റ് മിഠായി ഒക്കെ ഉണ്ടായിന് കേട്ടോ. ഇവിടെ മോളൂസിൻ്റെ ഉപ്പ കൊടുത്തയച്ചതാണ്. അപ്പോൾ ആ മിഠായിയൊക്കെ കഴിയുമ്പോഴത്തേനും ഓളെ പൂതിക്ക് ആ ചോക്ലേറ്റൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇട്ടത്, അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡയറി മിൽക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, അപ്പോൾ ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 5 ടോൾ കേക്കിലെ 5 ലെയർ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഇത് 4 ലെയറുള്ളൂ കേട്ടോ. ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾക്ക് ഡ്രീം കേക്ക് ആയാൽ മതി, കുറച്ച് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടാൽ തന്നെ ഓളെ ഡ്രീം കേക്ക് ആയിട്ടോ. അപ്പോൾ നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ്. അങ്ങനെ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ലാസ്റ്റ് ലെയറായ കൊക്കോ പൗഡർ ഇടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അധികം ഇടുന്നത് എനിക്ക് മോളൂസിനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിനായിട്ടുള്ള പ്രത്യേകം പാത്രമൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം ഉണ്ടേനി, പിന്നെ ഒരു ടിഫിൻ ബോക്സും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിലൊക്കെയാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അതിൻ്റേതായിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അതിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മോളൂസും
കൂട്ടുകാരികൾ ഇവിടെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അവർ കഴിച്ചോട്ടെ എന്ന് കരുതിയാണ്ട്. അപ്പോൾ ഇതാ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നല്ല ചിരിയാണ് കേട്ടോ. അപ്പോൾ ഒരു കഴിക്കണ അടിയിൽ ഓരോ കവിളുമ്മലും താടിമേലൊക്കെ ആവണുണ്ട്. അത് കണ്ടാണ് കേട്ടോ ചിരിക്കണത്. അങ്ങനെ പിന്നെ ഇതാ ബാങ്കൊക്കെ കൊടുത്ത് അകത്തൊക്കെ കയറി മേലൊക്കെ കെക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണത്. നമ്മളെ മോളൂസിന് നിൽക്കാൻ തന്നെ അയക്കണില്ല കേട്ടോ. അപ്പോൾ ഓൾക്ക് പിന്നെ എടുത്തു കൊടുത്തു കേട്ടോ. അവൾ പറഞ്ഞ് അങ്ങനെ ഓളിതാ ആദ്യം തന്നെ ഓള് കഴിക്കണുണ്ട് കേട്ടോ. ഇത്രയും നേരം അത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ അവർ കളിക്കണ ഒരു ശ്രദ്ധയിലായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും നേരം നിൽക്കാനും അയക്കൂല കേട്ടോ. എന്നാലും നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഫ്രീസർക്ക് കൊടുത്തു വെച്ചിന് കേട്ടോ. ഓള് വരുമ്പോഴത്തേനും സെറ്റായിക്കോട്ടെ എന്ന് കരുതിയാണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി കേട്ടോ ഈ ഒരു ഡ്രീം കേക്ക്. അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള നമ്മൾ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ കൊടുന്നുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലാറെ പൊളിക്കൂട്ടോ. അങ്ങനെ പിന്നെ മറ്റൊരു ബോക്സ് ഞാനും കഴിക്കണുണ്ട് കേട്ടോ. എനിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയായിട്ട് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളൂസൊക്കെ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ അമ്മ നിസ്കരിക്കാനൊക്കെ നിന്നീന്. പിന്നെ ഉമ്മാൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മാക്കും കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും പോയിങ്ങാണ്ട് പെട്ടെന്ന് നിസ്കരിക്കാനൊക്കെ നിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.